മസാല ബോണ്ട്സ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് മസാല ബോണ്ട്സ്. സോ ഈ മസാല ബോണ്ട്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ബോണ്ട്സ് ഇഷ്യൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇഷ്യൂ ചെയ്യുന്ന, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ദിസ് ആർ ബോണ്ട്സ് ആണ്. ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ആർ ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പീസിലാണ് ഇത് ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ത്യൻ കോർപ്പറേറ്റ് യൂഷ്വലി ഇഷ്യൂ മസാല ബോണ്ട്സ് ടു റേസ് ഫണ്ട്സ് ഫ്രം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യയിലെ കമ്പനികളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് മസാല ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ബോണ്ടിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തത് 2014 ബൈ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സുകൾക്ക് വേണ്ടിയിട്ട് 2014 ആദ്യത്തെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ who would like to invest in Indian assets can invest in masala bonds. Okay, so as of now it is only traded in London Stock Exchange. ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമാണ് ഈ ഒരു മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്താണ് അത് പിന്നെ ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിലെ അസറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രോജക്റ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് മസാല എന്നുള്ളതിൻ്റെ മീനിങ് സ്പൈസസ് എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്, അതായത് ഇന്ത്യൻ വേർഡാണ് മസാല. സോ അതിലൂടെ നമുക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അത് ഇന്ത്യയിലെ ബോണ്ടാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. So the issuance of rupee denominated bonds transfer the risk associated with currency fluctuations to investors and not to the issuers. അതായത് ഈ ഒരു ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ റുപ്പിയിൽ ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റുപ്പിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക്കുകൾ ഒരിക്കലും ഇഷ്യൂവേഴ്സിനെ ബാധിക്കില്ല, അത് ഇൻവെസ്റ്റേഴ്സിനെ മാത്രമേ ബാധിക്കുള്ളൂ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ കുറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന റിട്ടേണും കുറയും. അതേസമയം അത് ഇഷ്യൂവേഴ്സിനെ ബാധിക്കില്ല. കാരണം ഇന്ത്യയിലുള്ള ആളുകളാണ് ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് അവർക്കൊരു നഷ്ടവും വരുന്നില്ല. റിസ്ക് വരുന്നത് ആർക്ക് മാത്രമാണ്? ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ്. സോ ഈ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും മസാല ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് മസാല ബോണ്ട്സ്. നെക്സ്റ്റ്, സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം. സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ഇതും ബോണ്ട്സ് ആണ്, അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ ഗ്രാംസ് ഓഫ് ഗോൾഡ്. അതിൻ്റെ ഡിനോമിനേഷൻസ് വരുന്നത് റുപ്പിയോ അല്ലെങ്കിൽ ഡോളറോ അങ്ങനെ മറ്റു കറൻസികളോ ഒന്നുമല്ല, പകരം ഇൻ ടേംസ് ഓഫ് ഗ്രാംസ് ഓഫ് ഗോൾഡ്, അതായത് ഗ്രാമുകൾ, അതായത് ഗോൾഡിൻ്റെ ഗ്രാം ആ ഒരു ഡിനോമിനേഷനിലാണ് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. മറ്റുള്ളതിൽ നിന്നുള്ള വ്യത്യാസം ഇതിൻ്റെ ഡിനോമിനേഷൻസ് വരുന്നത് ഗ്രാംസിലാണ്. ഓക്കെ, ഈ ഒരു ബോണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോൾഡിംഗ് ഫിസിക്കൽ ഗോൾഡ്. സോ ഫിസിക്കൽ ഗോൾഡ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. ഓക്കെ, ഗോൾഡ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു അസറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഗോൾഡ് വാങ്ങി വെക്കുക, ഗോൾഡിൻ്റെ വില എപ്പോഴും മുകളിലേക്കാണ് പോവുക. അത് ഫ്ലക്ച്വേഷൻസ് താഴേക്കും മുകളിലേക്കായിട്ട് വരുമെങ്കിലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഹൈ റേഞ്ചിൽ, അതായത് മുകളിലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഗോൾഡ് ഏതൊരു കാലത്തും നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം വന്നിട്ടുള്ളത്.
അതായത് പിന്നെ ഈ ബോണ്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഒരു ഗോൾഡ് കൈവശം വെക്കുന്നതിന് പകരം ഈ ഒരു സ്കീം, അതായത് ബോണ്ടുകൾ കൈവശം വെച്ചാൽ തന്നെ നമുക്ക് ഗോൾഡ് കൈവശം വെക്കുന്ന അതേ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഒരു ഗോൾഡ് കൈവശം വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്, അതായത് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ലോക്കറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കർ ചാർജസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, അതൊക്കെ എക്സ്പെൻസസ് ആണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നാൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അതേ ബെനിഫിറ്റുകൾ കിട്ടുകയും ചെയ്യുന്ന ഒരു സ്കീമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, so these bonds are issued by RBI on behalf of Government of India. So the risk and cost of storage of physical gold are eliminated. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ സൂക്ഷിക്കുമ്പോഴുള്ള റിസ്ക് ചിലപ്പം അത് തെഫ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ലോക്കറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളതിന് ലോക്കർ ചാർജസ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള എക്സ്പെൻസസുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സ്കീമിലൂടെ. Okay, so the main risk of capital loss if the market price of the gold declines. പക്ഷേ റിസ്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്യാപിറ്റൽ ലോസ് വരുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഗോൾഡിൻ്റെ താൽക്കാലികമായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിലും പിന്നീടും അത് ഇൻക്രീസ് ചെയ്യുക. Minimum subscription is 1 gram and maximum 4 kilos of gold for individuals. So minimum subscription എന്ന് പറയുന്നത് ഈ ഒരു സ്കീമിൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ 1 ഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും അത് ആക്സസിബിൾ ആകുന്ന തരത്തിലാണ്. അത് സാധാ ഇൻവെസ്റ്റേഴ്സിനും ഒരു നോർമൽ ലെവലിലുള്ള ഇൻവെസ്റ്റേഴ്സിനും ഈ ഒരു സ്കീം വഴി സബ്സ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി പറ്റും. മാക്സിമം എമൗണ്ട് 4 kilos ഓഫ് ഗോൾഡാണ് വരുന്നത്. ഓക്കെ, സോ ദ ബോണ്ട്സ് വിൽ ബി ട്രേഡബിൾ ഇൻ എക്സ്ചേഞ്ചസ് ഇഫ് ഹെൽഡ് ഇൻ ഡിമാറ്റ് ഫോം. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോണ്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡ് കൈവശം വയ്ക്കുന്നതിന് പകരം ഗോൾഡിൻ്റെ അതേ വാല്യൂ വരുന്ന ഒരു ഡോക്യുമെൻറ്റ്, അതായത് ഡിമാറ്റ് എന്ന് പറയുമ്പോൾ ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിലുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മളുടെ കൈവശമുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ചസിൽ ഉപയോഗിക്കുന്നത്, ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, so these are about the sovereign gold bond scheme. Okay, next weather derivatives. So weather derivatives എന്ന് പറയുന്നത് it is another one of the important innovative financial instruments. So these are the financial products that derive their value from weather related variables. അതായത് അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതിൻ്റെ അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ അണ്ടർലൈയിങ് അസറ്റായിട്ട് വരുന്നത് ടെമ്പറേച്ചർ, റെയിൻഫോൾ, സ്നോഫോൾ എക്സെട്ര. സോ അങ്ങനെയുള്ള വെതർ റിലേറ്റഡ് വേരിയബിൾസ് അണ്ടർലൈയിങ് അസറ്റായി വെച്ചുകൊണ്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, so weather derivatives are used by organizations to hedge or mitigate the risk associated with adverse or unexpected weather conditions. സോ നമുക്കറിയാം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ വെതർ കണ്ടീഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് വരുമ്പോൾ അതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെതർ ഡെറിവേറ്റീവ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം അൺഎക്സ്പെക്റ്റഡ് വെതർ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഒരു അഗ്രികൾച്ചറലിസ്റ്റിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ റിലവൻ്റ് ആണ്. കാരണം എന്താണ്, ഇന്നത്തെ നമ്മളുടെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലൈമറ്റ് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം പണ്ട് നമുക്ക് മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാലത്തും ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു പീരീഡ് പ്രകാരം തന്നെ ആയിരുന്നു ഓരോ കാലങ്ങളും വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നല്ല വ്യത്യാസം. അത് അതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. സോ അതൊക്കെ കാരണം അതിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസിലെ ചേഞ്ചസ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെതർ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ റിസ്കുകൾ സഹിക്കേണ്ടതായിട്ട് വരും. സോ ഈ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് വെതർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ typical uses of weather derivatives include farmers to hedge against poor harvest caused by low rainfall.
ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഴ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിളവെടുപ്പിൻ്റെ സമയത്ത് മഴ കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാർമേഴ്സിന് നഷ്ടമാണ്. സോ അപ്പോൾ പിന്നെ അത് വിളവെടുപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ അത് അവർക്ക് റിസ്ക്, അത് അവർ ഫേസ് ചെയ്യേണ്ട ഒരു റിസ്ക്കാണ്. പക്ഷേ ആ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെതർ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാം. Okay, so weather derivative is a financial instrument used by companies or individuals to hedge against the risk of weather related losses. Okay, സോ ഈ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ ഈ റിസ്കിനെ കവർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കും ഈ ഡെറിവേറ്റീവ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് ഇങ്ങനെ ഇത് അല്ലെങ്കിൽ ഇത് വിൽക്കുന്നത് ആരായിരിക്കും? ഈ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാർമേഴ്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള കമ്പനികളോ കോർപ്പറേറ്റ്സുകളോ ഒക്കെ ആയിരിക്കും. ഓക്കെ, so the seller of weather derivatives agree to bear the risk of disaster in return for a premium. ഓക്കെ, സോ ഈ സെല്ലർക്ക്, അതായത് ഇത് വിൽക്കുന്ന ആൾക്ക്, ഡെറിവേറ്റീവ്സ് ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അവരാണ് ഈ റിസ്ക് സഹിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ദേ അഗ്രി ടു ബിയർ ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ ഇൻ റിട്ടേൺ ഫോർ എ പ്രീമിയം. സോ അവരൊരു പ്രീമിയത്തിനായിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുക. കാരണം എങ്ങാനും അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പിന്നെ എന്തായിരിക്കും, റിസ്ക് ആയിരിക്കും. ആ റിസ്ക് അവർ ബെയർ ചെയ്യും. പക്ഷേ ഇഫ് നോ ഡാമേജ് ഈസ് കോസ്ഡ് ബിഫോർ ദ എക്സ്പിറേഷൻ ഓഫ് ദ കോൺട്രാക്ട്, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്തായിരിക്കും, ലാഭമായിരിക്കും ഉണ്ടാവുക. Okay, so in the event of an unexpected or adverse weather, the buyer of the derivative claims the agreed amount. അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ, പോളിസി എടുക്കുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബയർ ഓഫ് ദ ഡെറിവേറ്റീവ് ക്ലെയിംസ് ദ അഗ്രീഡ് എമൗണ്ട്. ബയർ, വാങ്ങിക്കുന്ന ആൾ അത് ക്ലെയിം ചെയ്യും. അതായത് അയാൾക്ക് ആ അഗ്രീഡ് എമൗണ്ട്, അയാൾ എത്രയാണോ ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ക്ലെയിം ചെയ്യും. ഓക്കെ, സോ അവിടെ സെല്ലർക്ക് നഷ്ടമാണ് വരിക, കാരണം ആ ക്ലെയിം ചെയ്തിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബയർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സെല്ലർക്ക് എന്തായിരിക്കും, അപ്പോൾ ആ സമയത്ത് ലാഭമായിരിക്കും ഉണ്ടാവുക. Okay, so agricultural, travel, tourism and energy are the few sectors of the economy that can be negatively impacted the extreme or inclement weather. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, അൺഎക്സ്പെക്റ്റഡ് വെതർ കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യുന്ന എക്കണോമീസ് ആണ് അഗ്രികൾച്ചർ, അതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം, എനർജി എക്സെട്ര. സോ ഈ ഇൻഡസ്ട്രികളാണ് ഈ മെയിനായിട്ട് വെതർ ഡെറിവേറ്റീവ്സ് പിന്നെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. Okay, so weather derivatives are used to mitigate the risk emerging out of damaging weather factors. സോ വെതർ ഫാക്ടേഴ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നുണ്ടാകുന്ന റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെഡ്ജ് ഫണ്ട്സ്. സോ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഹെഡ്ജ് ഫണ്ട്സ്. സോ ഹെഡ്ജ് ഫണ്ട്സ് ആർ സിമിലർ ടു മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയുള്ളൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ ചെറിയ വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഹെഡ്ജ് ഫണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. ഓക്കെ, അത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനായിരിക്കും. അപ്പോൾ വലിയ എമൗണ്ടിന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് ഈ ഹെഡ്ജ് ഫണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിൽ ലോ ഇൻകം കാറ്റഗറി ഓഫ് പീപ്പിളിനും അതേപോലെ മിഡിൽ ഇൻകം, ഹൈ ഇൻകം, ഏത് ലെവലിലുള്ള ഏത് ഇൻകം കാറ്റഗറിക്കും ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് വ്യത്യാസമാണ് ഈ ഹെഡ്ജ് ഫണ്ട്. പിന്നെ അതുപോലെ തന്നെ സെബിയുടെ റെഗുലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ മ്യൂച്വൽ ഫണ്ടിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ് ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. കാരണം ഏറ്റവും ലോ ഇൻകം കാറ്റഗറിയിലുള്ള ആളുകളും മുതൽ ഏറ്റവും ഹൈ ലെവലിലുള്ള പൈസക്കാരുടെ ഫണ്ടുകൾ വരെ വരുന്ന ഒരു മേഖലയാണ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഹെഡ്ജ് ഫണ്ടിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രം അവർക്കാണ് ഈ ഹെഡ്ജ് ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉള്ള അത്രയധികം സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒന്നും ഹെഡ്ജ് ഫണ്ടിന് ഇല്ല. സോ ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഹെഡ്ജ് ഫണ്ട്സ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസ് ദാറ്റ് പൂൾ ഇൻവെസ്റ്റേഴ്സ് മണി ആൻഡ് റീഇൻവെസ്റ്റ് ദം ഇൻ കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്.
സോ ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, ഹെഡ്ജ് ഫണ്ടുകൾ എന്താ ചെയ്യുന്നത്, അതും പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസാണ്. അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പൈസ സ്വരൂപിച്ചിട്ട് അത് പൂൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ റിസ്കി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, so hedge fund is an investment fund that has the capital from accredited investors or institutional investors and invest in a variety of assets, often with complicated portfolio construction and risk management techniques. വളരെ റിസ്കി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. So hedge funds are administered by professional investment management firms and are often limited partnership or limited liability corporations. സോ ഈ ഹെഡ്ജ് ഫണ്ടുകൾ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനികളാണ്, മാനേജ്മെൻറ്റ് ഫേംസാണ്. അത് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഫേമുകളോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കോർപ്പറേഷൻസോ ആണ് ഈ ഹെഡ്ജ് ഫണ്ട് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അവരാണ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ട് പൂൾ ചെയ്തിട്ട് പിന്നീട് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. Okay, so hedge funds are made available only to certain sophisticated or accredited investors and cannot be offered or sold to general public. സോ ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. അതേസമയം അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്ന ടൈപ്സ് മ്യൂച്വൽ ഫണ്ടിനെയാണ് ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ ഈ ഹെഡ്ജ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ റിലേറ്റീവ്ലി ലിക്വിഡ് അസറ്റ്സ്. ഓക്കെ, ലിക്വിഡ് അസറ്റ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹെഡ്ജ് ഫണ്ട്സ്. ഓക്കെ.